നിലവിളി മാറാതെ പശ്ചിമേഷ്യ. ഗാസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുന്നു. 24 മണിക്കൂറിനിടെ പലസ്തീനിൽ കൊല്ലപ്പെട്ടത് 200 പേർ. ഇതോടെ കൊല്ലപ്പെട്ടവരുടെ ആകെ എണ്ണം 20,000 കടന്നു. അതേസമയം 200ഓളം ഹമാസ് ഇസ്ലാമിക് ജിഹാദ് സംഘങ്ങളെ പിടികൂടിയതായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അതുല്യ ചേരുന്നുണ്ട്. അതുല്യ, ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുകയാണ്. 24 മണിക്കൂറിനിടെ 200 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മരണം 20,000 കടന്നിരിക്കുന്നു. നിലവിലെ സാഹചര്യം എന്താണ്? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? താൽക്കാലിക വെടിനിർത്തലുകൾക്ക് ശേഷം യുദ്ധം പുനരാരംഭിച്ചതിനു ശേഷം ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ മരണസംഖ്യയിലേക്കാണ് ഇപ്പോൾ നിലവിൽ പലസ്തീൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ തെക്കൻ ഗാസയിലും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്ക്, ബത്ലഹേം, നബ്ലസ് എന്നിവിടങ്ങളിലുണ്ടായ ആക്രമണങ്ങളിൽ 200-ലധികം പേർ കൊല്ലപ്പെടുകയും 368-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ നടന്ന ബോംബാക്രമണത്തിൽ, വെസ്റ്റ് ബാങ്കിൽ നടന്ന ബോംബാക്രമണത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ കൂടി കൊല്ലപ്പെട്ടു. ഒക്ടോബർ 7-ന് ശേഷം ഇതുവരെ പലസ്തീനിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം 101ആയി. ഇന്നലെ മാത്രം കൊല്ലപ്പെട്ട 200 പേരുടെ കണക്കുകൾ കൂടി ചേർക്കുമ്പോൾ 20,100ലേക്ക് ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ 20,000-ൽ 70% സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് UN റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, ഇത്തരം ബോംബാക്രമണങ്ങളിൽ കെട്ടിടങ്ങൾക്കും മറ്റും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളും ആശുപത്രികൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളും കാരണം ഗാസയിൽ ഇപ്പോൾ ഒരു ഭക്ഷ്യ വൈദ്യ അടിയന്തരാവസ്ഥ കൂടി നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിനിടെ 200ഓളം ഹമാസ്, മറ്റ് ഇസ്ലാമിക് ജിഹാദ് സംഘടനകൾ ഇവരിൽ നിന്നെല്ലാമായി 200ഓളം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായി ഇസ്രായേൽ പ്രതിരോധ സൈന്യം അവകാശപ്പെട്ടിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്യുന്നതിനായി ഇവരുടെ ഇസ്രായേൽ ടെറിട്ടറിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെ സാധാരണക്കാർക്കിടയിൽ വേഷം മാറി ഒളിച്ചിരിക്കുകയായിരുന്നു, അതല്ലെങ്കിൽ സാധാരണക്കാരെ പോലെ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത്. മാത്രമല്ല, കൂടുതൽ ഹമാസിൻ്റെ 700ഓളം സംഘങ്ങൾ ഇത്തരത്തിൽ സാധാരണക്കാരുടെ ജനവാസ പ്രദേശങ്ങളിൽ സാധാരണക്കാരെ പോലെ വേഷം മാറിയിരിക്കുന്നുണ്ടെന്നും ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിനായി ഇനി ഉത്തരവിട്ടിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. അതിനു പുറമെ തെക്കൻ ഗാസയിലെ മുഴുവൻ ജനങ്ങളോടും ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടുത്ത ബോംബാക്രമണങ്ങൾ ഉണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ ജനങ്ങളോട് സുരക്ഷിതമായ മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്യണമെന്നും കൂടി ഇസ്രായേൽ ഉത്തരവിട്ടിട്ടുണ്ട്. ആതിര. ശരി അതുല്യ, ഗാസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുന്നു. 24 മണിക്കൂറിനിടെ പലസ്തീനിൽ കൊല്ലപ്പെട്ടത് 200 പേർ. ഇതോടെ കൊല്ലപ്പെട്ടവരുടെ ആകെ എണ്ണം 20,000 കടന്നു. അതേസമയം 200ഓളം ഹമാസ് ഇസ്ലാമിക് ജിഹാദ് സംഘങ്ങളെ പിടികൂടിയതായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും അതുല്യ. ഒരു മാസത്തിന് മുകളിലായി പര്യടനം തുടരുന്ന നവകേരള സദസ്സിന് സമാപനം. നവംബർ 18-ാം തീയതി കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്നും ആരംഭിച്ച പര്യടനത്തിനാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ സമാപനമായത്. നവംബർ 18-ാം തീയതി കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്നുമാണ് നവകേരള സദസ്സ് പര്യടനത്തിന് തുടക്കം കുറിക്കുന്നത്.